ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. തെസ്സലോനിക്കർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാമത് വാക്യം, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്നു വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലോ ഉള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത് എന്നുള്ള വചനമാണ്. കർത്താവിൻ്റെ നാളിനെക്കുറിച്ചുള്ള ആഴമായ ഓർമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്നുകൂടി വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ, ഈ ലോകത്ത് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഓർക്കേണ്ടതുപോലെ ചിന്തിക്കേണ്ടതുപോലെ തന്നെ കർത്താവിൻ്റെ നാളിനെക്കുറിച്ചുള്ള ഒരോർമ്മയും അവനെ ഭരിക്കണം എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിനകത്ത് കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരുടെ വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ മിന്നൽ പോലെ കർത്താവിൻ്റെ വരവ് സംഭവിക്കപ്പെടുമെന്നും 38 മുതൽ 51 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ സംഹാരത്തോടുകൂടി അത് സംഭവിക്കപ്പെടുമെന്നും ഓർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 29 മുതൽ 31 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരും കാണാത്ത വണ്ണം അത് സംഭവിക്കും എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കൂടി നാം ഗ്രഹിക്കേണ്ടതുണ്ട്. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് തൻ്റെ കാന്തയെ ചേർക്കുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ ഏത് സമയത്തും വാനമേഘങ്ങളെ താണ്ടി കടന്നു വരുമെന്നും ആ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം മുൻപോട്ട് ജീവിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ നാളിൽ എടുക്കപ്പെടുവാൻ, കാണപ്പെടുവാൻ കഴിയുകയുള്ളെന്നും നാം തിരിച്ചറിയണം. തിരഞ്ഞെടുക്കപ്പെട്ട 10 കന്യകമാരെക്കുറിച്ച് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലുണ്ട്. 5 പേര് മണവാളൻ വന്നപ്പോൾ തന്നോട് കൂടെ പോകുവാനും മണിയറയിൽ പ്രവേശിപ്പാനും കഴിഞ്ഞില്ല. എന്നാൽ 5 പേർക്ക് മണവാളനെ എതിരേൽപ്പാനും മണിയറയിൽ പ്രവേശിപ്പാനും ഇടയായിത്തീർന്നു. മണിയറയിൽ പ്രവേശിപ്പാൻ ഇടയായിത്തീർന്നവർ മണവാളൻ്റെ ആർപ്പിന് വേണ്ടി കാത്തിരുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആഴമായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ മാത്രമേ ആ നാളിൽ എടുക്കപ്പെടുവാൻ തക്ക തലത്തിലുള്ള ഒരു ജീവിതം നടത്തുന്നുവെങ്കിൽ മാത്രമേ ആ നാളിൽ നമുക്ക് കർത്താവിനെ എതിരേൽപ്പാനായി സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും ആ നാളിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുകയും ചെയ്യേണ്ടതിന് നാം നമ്മെ തന്നെ ഒരുക്കുന്നവരും അതിനായി നമ്മെ സമർപ്പിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ,
ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്നവരും 5 കന്യകമാർ മണവാളനെ എതിരേറ്റതുപോലെ മണിയറയിൽ പ്രവേശിച്ചതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാണപ്രിയനെ എതിരേൽപ്പാനും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനും ഞങ്ങളെ പ്രാപ്തരും യോഗ്യരുമാക്കണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.